നടിയെ അപമാനിച്ചു എന്ന കേസിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. പ്രമുഖ നടി നൽകിയ പരാതിയിലാണ് സംവിധായകനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നടിയുടെ ജീവൻ ആപത്തുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞതെന്നും സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിലാണ് സനൽകുമാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ചധികം ദിവസങ്ങളായി ഈ നടിയുടെ പിന്നാലെ തന്നെ ഈ സനൽകുമാർ ഉണ്ടായിരുന്നു. പല പ്രേക്ഷകർക്കും ഈ വിവരം അറിയുകയും ചെയ്യാം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഏതൊക്കെ വകുപ്പിൻ്റെ പേരിലാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്? വിദേശ രാജ്യത്ത് നിൽക്കുന്ന ഇയാളെ എങ്ങനെയാണ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? SK നിലവിലെ എളമക്കര പോലീസാണ് നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തിരിക്കുന്നത്. ആ പരാതി ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം SITക്ക് കൈമാറാനുള്ള സാധ്യതയാണുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നടിമാർ നൽകുന്ന പരാതികൾ അല്ലെങ്കിൽ അത്തരം കേസുകളൊക്കെ അവരാണ് അന്വേഷിക്കുക. ഒരുപക്ഷെ സനൽകുമാർ ശശിധരനെതിരെയുള്ള കേസും അവർക്ക് തന്നെ കൈമാറും. സ്ത്രീത്വത്തെ അവമാനിക്കൽ അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് സഹി കെട്ടിട്ടാണ് നടി പരാതി നൽകിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇത്തരത്തിൽ നിരന്തരം സനൽകുമാർ ശശിധരൻ ഈ നടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്. അതിൽ അവർക്കൊരു താല്പര്യവുമില്ല, അവരുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. ഇയാൾ മറ്റെന്തോ ഉദ്ദേശം വെച്ച് തനിക്കെതിരെ ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നു എന്നാണ് നടി നൽകിയ പരാതിയിലുള്ളത്. 2022 സനൽകുമാർ ശശിധരനെതിരെ ഇതേ നടി തന്നെ നൽകിയ പരാതിയിൽ എളമക്കര പോലീസ് കേസെടുക്കുകയും ഇയാളുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പിന്നീട് കുറച്ച് നാളത്തേക്ക് ഈ ശല്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതാ ഇപ്പോൾ 2 വർഷത്തിന് ശേഷം വീണ്ടും സനൽകുമാർ ശശിധരൻ ഇത്തരത്തിൽ സമാനമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് അവരുടെ ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നത്. നേരത്തെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടിയെടുത്ത് നമുക്ക് മുൻപിലുണ്ട്. അതുകൊണ്ട് സനൽകുമാർ ശശിധരനെതിരെ നടപടി ഉണ്ടാവും. ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ റിമൂവ് ചെയ്യിക്കാനുള്ള നടപടിയായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടാകുക. ഇയാൾ വിദേശത്തു നിന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇയാളെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം അത് ഇച്ചിരി അല്പം ശ്രമകരമായ ദൗത്യമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. പ്രാഥമികമായി പോലീസ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഫേസ്ബുക്കിൽ ഇയാൾ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. SK എന്തായാലും കുറച്ചധികം ദിവസമായി ഈ പ്രശസ്ത നടിയുടെ പിന്നാലെ തന്നെ ഈ സനൽകുമാർ ശശിധരനുണ്ട്. ഒരു പക വീട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ പോസ്റ്റുകളുള്ളത്. പലപ്പോഴും ഈ പോസ്റ്റുകൾ സ്വകാര്യതയിലേക്ക് ആക്രമിച്ച് കയറുന്ന രീതിയിലുണ്ടായിരുന്നു. എന്തായാലും കടുത്ത നടപടി തന്നെ പോലീസ് സ്വീകരിക്കണം. ഇത്തരം സോഷ്യൽ മീഡിയകളിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അതിക്രമങ്ങൾ കാണിക്കുന്ന ആളുകളെ കുറച്ചുപേരെയെങ്കിലും അകത്തിടാൻ കഴിഞ്ഞാൽ ഈ അസുഖം താനെ നിലച്ചു പോകും എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനുള്ള ആർജവമാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പും സൈബർ സെല്ലുമൊക്കെ കാണിക്കേണ്ടത് എന്ന അഭിപ്രായം നമുക്കുണ്ട്.